പണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരക്കേടുകളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന അന്ന് ഭയങ്കര സംഭവമായിരുന്നു എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറേ വിവരമില്ലാത്തവന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പല വിവരമില്ലാത്തവന്മാരും പലതും പറഞ്ഞ് നടക്കും. പക്ഷേ ഈ റീച്ചുള്ള ആളുകൾ, കൂടുതൽ കാണാൻ സാധ്യതയുള്ള ആളുകൾ ഇത്തരം വിവരക്കേടുകളൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചല്ലേ പറ്റൂ. ഇതിപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, കണ്ടിട്ടുണ്ടല്ലോ അങ്ങോട്ട് അഖിൽ മാരാറുടെ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോ ആദ്യം കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പെട്ടെന്ന് തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവിടെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചവിടെ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വയ്ക്കും. നമ്മുടെ നാട്ടിലെ കുറേ പെമ്പിള്ളേർ ഈ അക്യുപങ്ക്ചറും പിണ്ണാക്കും ഒക്കെ പറഞ്ഞ് വീട്ടിൽ പ്രസവിക്കാൻ തുടങ്ങി. ആശുപത്രി പ്രസവിക്കുന്നത് പ്രശ്നമാണ്, ആശുപത്രിയിലേക്ക് പോകരുത് എന്ന് ഒരു സൈഡിൽ കൂടി കുറേ വിവരമില്ലാത്തവന്മാർ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പെൺകുട്ടികൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളുടെ ജീവന് വിലയില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഇതിൻ്റെയൊക്കെ കൂടെയാണ് പണ്ട് അരി ഇടിക്കണതിൻ്റെ ഇടയിൽ ഈ ഉദാഹരണം ഒരുപാട് പേര് പറയുമേ, അതായത് മറ്റേ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസവവേദന വന്നിട്ട് പറ്റുമെന്ന്. ഇതേ ഉള്ളൂ ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട്. പണ്ട് ഏതോ വിവരമില്ലാത്തവൻ, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക്, സഭ്യമായ വാക്ക് അതായതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഉപയോഗിക്കുന്നത്. ഏതോ വിവരമില്ലാത്തവൻ വേറൊരു വിവരമില്ലാത്തവനോടോ വിവരമില്ലാത്തവളോടോ പറഞ്ഞു പണ്ട് എൻ്റെ അമ്മൂമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു അമ്മൂമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്ത അമ്മൂമ്മ ഒരൊറ്റ ആൾ കാരണം നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പ്രസവവേദന വന്നാൽ അല്ലെങ്കിൽ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഇരിക്കപ്പുറത്ത് കൊടുക്കാതെ ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിക്കോളും. അത് ഏതോ ഒരു അമ്മൂമ്മയാണ്. ഈ കഥയാണല്ലോ എല്ലാവരും പറയുന്നത്. സോ അതിൻ്റെ അർത്ഥം ഈ കഥ ഒരു സ്ഥലത്തുനിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. ബാക്കിയുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇനി ഈ അരി ഇടിച്ചുകൊണ്ട് നടന്ന കാലത്തെ പ്രസവത്തിനെ നിങ്ങളിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്തെ നിങ്ങൾ വെറുതെ കുറച്ച് കണക്കുകളൊക്കെ എടുത്ത് നോക്കണം. ചുമ്മാ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുഞ്ഞു കണക്കുകളാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതിലെത്ര കുഞ്ഞുങ്ങളാണ് ജീവനോടെ വരുന്നത് അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളത്. 1955, 60 കാലഘട്ടങ്ങളിൽ ആ കണക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 107 കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ നാഷണൽ ആവറേജ് 150, 160 നിൽക്കുമ്പോൾ കേരളത്തിലത് 107 ആയിരുന്നു. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 100 കുഞ്ഞുങ്ങൾ മരിക്കും. അരി ഇടിക്കുമ്പോൾ പോയി പ്രസവിച്ചിട്ട് വന്ന ആ അമ്മൂമ്മയില്ലേ, പുള്ളിക്കാരി 12 പെറ്റ്, അതിൽ 6 ദീനം വന്ന് ചത്തുപോയി, 2 പെറ്റ ഉടനെ ചത്തുപോയി എന്ന് കൂളായിട്ട് പറയും. അവർ വളരെ സുഖമായിട്ട് അവർ പ്രസവിച്ചിട്ട് വന്നു എന്ന് പറയുന്ന അതേ ലാഘവത്തോടെ കുഞ്ഞുങ്ങൾ തട്ടിപ്പോയി എന്നും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അത് പേരെടുത്തപ്പോൾ ചത്തുപോയി, പിന്നെ ദീനം വന്നു പോയി, പിന്നെ പോളിയോ വന്ന് അങ്ങനെയായി ഇങ്ങനെയായി, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അവരെന്ത് വിലയാണ് കൊടുത്തിരുന്നത്. ഇനി പോയാൽ പോയി, അത്രേ ഉള്ളൂ. ആ കാലത്ത് ആരോ പറഞ്ഞ ഡയലോഗിനെയാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. 1971 ആയപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 58 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിലെ കണക്കുകൾ മാറിത്തുടങ്ങി. 90കളായപ്പോൾ അത് 15ഓളം എത്തി. 2018 ആകുമ്പോഴേക്കും ആ വർഷത്തെ കണക്ക് പ്രകാരം 7 കുഞ്ഞുങ്ങളാണ്. 2023, 25 ആകുമ്പോൾ അത് 5 കുഞ്ഞുങ്ങളിലേക്ക് ചുരുങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കൊല്ലം 1000 കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ 100 കുട്ടികൾ മരിക്കുന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ 5 എന്നൊരു നമ്പറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആശുപത്രിയുണ്ട്. ഒരു ഗർഭാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അത്രയും കെയർ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. കുഞ്ഞിനെ ജീവനോടെ കിട്ടണം, അമ്മയെ ജീവനോടെ കിട്ടണം, അവർ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാവണം. അതിന് ഗർഭിണിയാവുന്ന സമയം മുതൽ നമ്മൾ കൊടുക്കേണ്ട കെയർ ഉണ്ട്, കൃത്യമായ ചെക്കപ്പ് കൊടുക്കണം. ആ പ്രസവാനന്തര ശുശ്രൂഷ വളരെ പ്രാധാന്യമാണ്. നമ്മളിപ്പോൾ വന്ന് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് മാത്രമല്ല, ആ പ്രസവാനന്തരമോ അല്ലെങ്കിൽ പ്രസവ കാലഘട്ടത്തിലോ ഒരു സ്ത്രീ കടന്നു പോകുന്ന മാനസികാവസ്ഥയെ കൂടി പരിഗണിക്കണം എന്ന് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം നമ്മുടെ ഹെൽത്ത് സെക്ടർ, ഫിസിക്കലായാലും മെൻ്റലായാലും നമ്മുടെ ഹെൽത്ത് സെക്ടർ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് ഈ അഖിൽ മാരാർ വളരെ കൂളായിട്ട് വന്നിരുന്നു. ഇപ്പോൾ വെറുതെ രക്ഷിതാക്കളെയൊക്കെ പറ്റിച്ച് പേടിപ്പിച്ച് ആശുപത്രിക്കാർ ഓരോന്ന് പഠിപ്പിച്ച് പ്രസവം വന്ന രോഗമാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളിരിക്കുകയാണ്. പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള അവസ്ഥകളുണ്ടാവും. അന്ന് ആ അവസ്ഥയൊന്നും നോക്കാതെ അരി ഇടിക്കാനും നെല്ല് കുത്താനും ഒക്കെ ഈ അമ്മച്ചിമാർ ഇറങ്ങിപ്പോയത് അവരുടെ ഗതികേട് കൊണ്ടാണ്. ആ ഗതികെട്ട കാലത്ത് ആ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, അത് ഗർഭിണി ആയിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ
പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ നടുക്ക് നിന്ന് വേറെ അവസ്ഥയില്ലാതെ അവരത് ചെയ്തു. അതിനിടയിൽ പ്രസവവേദന വന്നിട്ട് ഒരമ്മച്ചി നെല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസവവേദന വന്നു, അല്ലെങ്കിൽ നെല്ലിടിക്കാൻ പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എനിക്ക് വയറുവേദനയാണെന്ന് പറയുമ്പോൾ അവരുടെ കൂടെയുള്ള ബാക്കിയുള്ള സ്ത്രീകൾ അവരോട് പറയും, ഓ ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, നീയും വന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. ഇതൊരു സോഷ്യൽ കണ്ടീഷനിങ്ങാണ്. സ്ത്രീകൾ പോലും സ്ത്രീകളെ മനസ്സിലാക്കാത്ത, അവരുടെ ആരോഗ്യാവസ്ഥയെ പരിഗണിക്കാതിരുന്നൊരു കാലഘട്ടം. ആ സമയത്ത് ഇവർ നെല്ല് കുത്താൻ പോവുകയും പ്രസവവേദന വരികയും സൈഡിൽ പോയി പ്രസവിച്ചിട്ട് വീണ്ടും വന്ന് ചിലപ്പോൾ 2 പറ നെല്ല് കുത്തി കാണും. അത് കുത്തുവോ കുത്താതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഗതികേടായിരുന്നു. ആ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് കാണിക്കണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയോ? എൻ്റെ അവസ്ഥയെ എനിക്ക് പോലും പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന പെണ്ണുങ്ങളെ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊരു രസമായിരുന്നു ആ കാലഘട്ടമൊക്കെ, എന്തൊരു സുഖമായിരുന്നു. എൻ്റെ മാരാർ നീ ഒരു 10 പ്രാവശ്യം പ്രസവിക്കണം, 10 വേണ്ട 1. സ്ത്രീകൾ എൻജോയ് ചെയ്യായിരുന്നു. ഈ വാക്കൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുന്ന കാണുമ്പോൾ, അതായത് ഒരു സ്ത്രീയുടെ ബോഡി ഇങ്ങനെ വെക്കുന്നു, അതിനകത്തൊരു കുഞ്ഞുണ്ട്, നമ്മൾ ഈ സൈഡിൽ നിന്ന് പ്ലക്കുന്ന തട്ടുമ്പോഴേക്കും ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ ഈ പ്രസവത്തിനെ സങ്കല്പിച്ച് വെക്കുന്ന ആ വൃത്തികെട്ട വിവരക്കേടില്ലേ, അവിടെ നിന്നുകൊണ്ടാണ് ഈ സാധനം വരുന്നത്. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ന്യൂട്രീഷൻസ് എങ്ങനെയാണ്, ആ കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നത്, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അമ്മമാരെയും അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച്, അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി, അവർക്ക് ഗവൺമെൻറ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ബോധവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവാൻ തുടങ്ങി, അവരുടെ അച്ഛനമ്മമാർ അത് ഉൾക്കൊള്ളാൻ തുടങ്ങി. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും മറ്റ് ഒരുപാട് ആളുകൾ ഒരുപാട് ബോധവൽക്കരണം എന്ന് പറഞ്ഞ് വീടാന്തരം കയറി ഇറങ്ങി ആശുപത്രിയിൽ എത്തിച്ച് ആശുപത്രിയിലെ മികച്ച കെയർ കൊടുത്ത് പ്രസവാനന്തര ശുശ്രൂഷ ഉറപ്പാക്കി അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നാടോ ജനിച്ച്, അല്ലെങ്കിൽ ഈ പെറ്റ് വീഴുന്ന കുഞ്ഞുങ്ങളൊക്കെ എങ്ങും എത്താതെ മരിച്ചു പോകുന്നൊരു സാഹചര്യത്തിൽ നിന്നുള്ളൊരു മാറ്റം. ആ മാറ്റത്തിനെയാണ് ഇയാളിരുന്ന് കുറ്റം പറയുന്നത്. ഇനി പ്രസവാനന്തരം കുഞ്ഞ് മരിക്കുന്നത് മാത്രമല്ല, പ്രസവത്തെ തുടർന്ന് അമ്മ മരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. 1990കളിലെ കണക്ക് പ്രകാരം 100,000 അമ്മമാരിൽ 80 മുതൽ 100 അമ്മമാർ വരെ കേരളത്തിൽ മരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് 2024-26 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ 30ഓളം ആയി എന്നാണ് പറയുന്നത്. ഈ കണക്കുകളൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്യണേ. ഞാൻ പറഞ്ഞ കണക്കുകളൊന്നും എടുക്കേണ്ട, ഞാനും ഗൂഗിൾ സെർച്ച് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന വഴികളുണ്ടെങ്കിൽ തീർച്ചയായും വെരിഫൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം ഉറപ്പാണ്, അന്നുണ്ടായിരുന്ന സംഖ്യയിൽ നിന്ന് ഇന്ന് നമ്മൾ ഏറ്റവും കുറഞ്ഞ സംഖ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് 0ത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനൊരു മാറ്റം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ അഡ്രസ്സ് ചെയ്യാതെ ആശുപത്രിക്കാർ ഇവിടെ പെൺപിള്ളേരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ അക്യുപങ്ചറുകാരനുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും ഒന്നും ഒരു വിലയും ഇല്ലാതെ വേറെ പല ഉദ്ദേശങ്ങളോടും കൂടി ഈ ചികിത്സാ മാർഗ്ഗങ്ങളൊക്കെ പുഷ് ചെയ്ത് സ്ത്രീകളെ അവരുടെ പ്രസവ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആളുകൾ, ഇവർ ചെയ്യുന്നതൊക്കെ തന്നെയാണ് അഖിൽമാരാറും ചെയ്യുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഡെക്കറേഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അവൾക്ക് കിട്ടേണ്ട കെയർ അത് റെസ്പെക്റ്റ്ഫുള്ളി കിട്ടണം. ഈ കെയർ എന്ന് പറയുമ്പോഴേ, ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾക്കൊരു വിചാരമുണ്ട്, കുറേ എണ്ണയും കുഴമ്പൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, എന്നിട്ട് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്റ്റ്ഫുള്ളി കൂടെ ഇരുന്ന് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കണം. അവരുടെ പാർട്ട്ണറാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ കൂടെ നിന്ന് കെയർ ചെയ്ത്. പലപ്പോഴും സ്ത്രീകൾ പറയുന്നത് ആശുപത്രികളിൽ അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു നേഴ്സൊക്കെ ആയിരിക്കും, ബാക്കി എല്ലാവരും കൂടെ നിൽക്കും, പക്ഷേ ഒരു നേഴ്സിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളൊക്കെ അവരെ വേദനിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും വീട്ടുകാരടക്കം ഒപ്പം നിൽക്കണം. അവർ ഈ അനുഭവിക്കുന്നത് സുഖമുള്ളൊരു പരിപാടിയാണ്, എൻജോയ് ചെയ്യണ പരിപാടിയാണെന്ന് വിശ്വസിക്കരുത്. ഒരുപാട് ആളുകൾ ഈ സുഖപ്രസവം എന്നുള്ള വാക്ക് സ്ഥിരമായി ഉപയോഗിച്ചും കണ്ടും കേട്ടും ഒക്കെ കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് സുഖമുള്ള പ്രസവം സുഖപ്രസവം എന്നാണ്. അങ്ങനെ അല്ല കേട്ടോ. ഈ വാക്കിൽ കുറച്ച് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഈസി ആൻഡ് സ്മൂത്ത് ഡെലിവറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ സങ്കീർണതകളോ ഇല്ലാതെ സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാകുന്ന, അതായത് ആ നോർമൽ ഡെലിവറി, അതിനെ തുടർന്ന് അമ്മയ്ക്കും കുഞ്ഞിനും സങ്കീർണതകളും പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കില്ലേ, അതിനെ നമ്മൾ മലയാളീകരിച്ച് വിളിക്കുന്ന വിളിയാണ് ഈ സുഖപ്രസവം. ടെക്നിക്കലി, അതായത് ഇവർ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഷയിൽ സങ്കീർണതകളും പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുമ്പോഴും ആ അമ്മ കടന്നു പോകുന്ന ഫിസിക്കൽ പെയിനുണ്ട്, മെൻ്റൽ സ്ട്രെയിനുണ്ട്. കുഞ്ഞുണ്ടായതിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടി അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സ്നേഹം കൊണ്ട് ഇങ്ങനെ മൂടുകയാണ്, ഭയങ്കര കാര്യങ്ങൾ, ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഈ കുഞ്ഞ് ആ സ്ത്രീയിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോഴേ ഈ ചുറ്റും കൂടി ആൾക്കാരില്ലേ, ഇവർ മുഴുവൻ ഒരു ഒറ്റയടിക്ക് അവരുടെ ഫോക്കസ് ഈ കുഞ്ഞിലേക്ക് തിരിക്കും. എന്നിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കണമെന്ന് അമ്മയെ പഠിപ്പിക്കാൻ നോക്കും. അമ്മ കുഞ്ഞിനെ നന്നായി നോക്കുന്നില്ല എന്ന് അവളെ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കും, തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കി അവളുടെ മാനസികാവസ്ഥയും കളയും. അപ്പം
സുഖപ്രസവം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായാൽ പോലും ഈ അഖിൽമാരാറിൻ്റെ നിലവാരത്തിലുള്ള കുറേ ബുദ്ധിശൂന്യർ പ്രസവാനന്തരം ആ സ്ത്രീയുടെ ജീവിതം ഏറ്റവും ദുസ്സഹമായ ഒരു അവസ്ഥയിലെത്തിക്കും. നമുക്കിവിടെ വേണ്ടത് ആളുകളെ മനസ്സിലാക്കി, സിറ്റുവേഷൻസ് മനസ്സിലാക്കി, മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് റെസ്പെക്റ്റ്ഫുള്ളി കൊടുക്കുന്ന കെയറാണ് വേണ്ടത്. അവിടെ കൃത്യമായ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കിനേക്കാൾ ഇപ്രാവശ്യത്തെ കണക്കിൽ ചെറിയ വേരിയേഷൻസ് അമ്മമാർ മരിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരും. കാരണം ഈ പറയുന്ന അശാസ്ത്രീയമായ ചികിത്സാ രീതികളും പിന്നെ ശാസ്ത്രീയ ചികിത്സാ രീതികളുടെ ഒന്നും ആവശ്യമില്ല, വീട്ടിൽ കിടന്നാലും സുഖമായിട്ട് പ്രസവിക്കാമെന്ന് പറയുന്ന കുറേ വിവരമില്ലാത്തവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ പ്രസവാനന്തരം മരണപ്പെടുന്ന അമ്മമാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായേക്കാം. ഗർഭിണിയാവുന്ന നിമിഷം മുതൽ, ഒന്നാമത് ഗർഭിണി ആവണോ, ഇനി ഗർഭിണി ആയാൽ അത് തുടരണോ വേണ്ടയോ, കുഞ്ഞിന് താൻ ജന്മം നൽകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരിപൂർണ്ണ അവകാശമുള്ള ഒരാളാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. അത് അവളുടെ മാനസികാവസ്ഥയെ, ശാരീരിക ഘടനയെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് നൽകപ്പെട്ടിട്ടുള്ള അവകാശമാണ്, നിയമപ്രകാരമുള്ള അവകാശമാണ്. നിങ്ങളുടെ ഒന്നും മറ്റേ പാരമ്പര്യ മറ്റേ സംഭവങ്ങളിൽ നിന്നൊന്നും വരുന്നതല്ല, അത് നിയമപ്രകാരം നൽകിയിട്ടുണ്ട്. കാരണം അവൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നിയമത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ നോക്കി എൻജോയ് ചെയ്യാണല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്ത് പ്രസവിച്ചുകൊണ്ടിരുന്ന, ഇപ്പം നിങ്ങൾ വെറുതെ തന്നെ ഈ രോഗാവസ്ഥ പോലെയൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, ആശുപത്രിയിലൊന്നും പോയി അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അമ്മൂമ്മയൊക്കെ അങ്ങനെ പ്രസവിച്ചുകൊണ്ടിരുന്നതാണ്. നിൻ്റെ അമ്മൂമ്മ നെല്ല് കുത്തുമ്പോൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അത് ആലോചിച്ച് നീ സങ്കടപ്പെടണം. എൻ്റെ അപ്പൂപ്പൻ ഒരു വൃത്തികെട്ടവനായി പോയല്ലോ, എൻ്റെ അമ്മൂമ്മക്ക് പ്രസവവേദന എടുത്ത് നിൽക്കുന്ന സമയത്തും അയാൾ നെല്ല് കുത്താൻ വിട്ടല്ലോ, അങ്ങേര് എന്ത് വൃത്തികേടാണ് ഈ കാണിച്ചത്, അങ്ങേരുടെ അമ്മ, എൻ്റെ അമ്മയുടെ അമ്മായി അമ്മ, എൻ്റെ അമ്മൂമ്മ, അവരെന്ത് വൃത്തികേടാണ് കാണിച്ചിട്ടുള്ളത്, ഒരു സ്ത്രീയോട്, ഒരു പെൺകുട്ടിയോട് ചെയ്യേണ്ട ചെയ്ത്തായിരുന്നു ഇത്. ഈ നെല്ല് കുത്തുമ്പോൾ പ്രസവിച്ചു എന്ന് പറയുന്നത് ഇവരുടെ വയസ്സാം കാലത്തൊന്നും ആയിരിക്കില്ലേ, വളരെ ചെറിയ പ്രായത്തിൽ, ആ സമയത്തെ വിവാഹപ്രായം കൂടി പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ക്രൂരമായി ട്രീറ്റ് ചെയ്തതിന് നിൻ്റെ അപ്പൂപ്പനെക്കുറിച്ചും അപ്പൂപ്പൻ്റെ അമ്മയെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് നീ വിഷമിക്കണം. ഇനി നിങ്ങളുടെ അമ്മ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇവരെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരാ, ആ സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമൊന്നും ആർക്കും ഇല്ലായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് അടക്കം ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് സ്ത്രീകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വേദന അന്നില്ലാതിരുന്നിട്ടാണോ? അപകടാവസ്ഥ ഇല്ലാതിരുന്നിട്ടാണോ? നിങ്ങൾ ഈ പഴയ സിനിമകൾ അല്ലെങ്കിൽ പഴയ കാലത്തെ കഥകളൊക്കെ പലരും എഴുതി വെച്ചിട്ടുള്ളതൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മൂന്നാമത്തെ പേരെടുത്തപ്പം അവളും അങ്ങ് പോയി. വളരെ കൂളായിട്ട് ഇവർ പറയാം, വളരെ കൂളായിട്ടാണ് പറയുക. കുഞ്ഞ് മരിച്ചു എന്ന് പറയുന്നത്, പ്രസവ സമയത്ത് അമ്മ മരിച്ചു എന്ന് പറയുന്നത്, അവളങ്ങ് പോയി, കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് അവിടെ ഒരു കഥയില്ല. ഇന്ന് നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ? നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? പറ്റൂല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയുമ്പോൾ അതിന് വേണ്ടി ഇവിടെ മെഡിക്കൽ സർവീസ് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അന്ന് അപകടമില്ലാഞ്ഞിട്ടോ വേദനയില്ലാഞ്ഞിട്ടോ അല്ല, അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു. പുരുഷന്മാർക്ക് പുല്ലുവില, സ്ത്രീകൾ ഞങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് നീയും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് അബദ്ധ ചിന്തകളെ നമ്മൾ കോൺസ്റ്റൻ്റായി ക്വസ്റ്റ്യൻ ചെയ്ത് പലരും തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടാക്കി. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള അവസ്ഥകളെ തുറന്നു പറയാൻ ആളുകൾ സ്പേസ് ഉണ്ടാക്കി മുന്നോട്ട് വന്നു. ആരോഗ്യ പ്രവർത്തകർ വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ എത്ര കാലങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിവരത്തിനെയാണ് വിവരദോഷികൾ വന്നിരുന്ന് പുല്ലുപോലെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്നത്. കുറച്ച് വിവേകമുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. പണ്ടത്തെ പല നോർമലുകളും, അന്ന് നോർമലായി കരുതിയിരുന്ന ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ഇന്ന് നമ്മൾ അബ്നോർമലായിട്ടാണ് അല്ലെങ്കിൽ തെറ്റായിട്ടാണ് വിലയിരുത്തുന്നത്. പണ്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഞങ്ങൾ മരത്തിൽ കയറി അപ്പം തന്നെ പറിച്ച് തിന്നുകയൊക്കെയാണ് ചെയ്യുക. അല്ലെങ്കിൽ വിശക്കുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ജീവിയൊക്കെ തല്ലിക്കൊന്ന് തിന്നും, പൂച്ചയോ പട്ടിയോ എലിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ചുട്ട് തിന്നും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. എന്ന് ആരെങ്കിലും ഒരാൾ ഇപ്പോൾ വന്നിരുന്നു പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ അവിടുത്തെ രോഗാണുക്കൾ, രോഗം പകരാനുള്ള സാധ്യത, ആ ഭക്ഷണത്തിന് ഏറ്റവും സേഫായി വിളമ്പുന്നതിൻ്റെ ആവശ്യകത, അതിൽ എത്രത്തോളം ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കില്ലേ? അത് നമുക്ക് വിവരം വെച്ചതുകൊണ്ടല്ലേ. അപ്പോൾ പണ്ട് വളരെ ഈസി ആയിട്ടാണ് പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നൊരു വിവരമില്ലാത്തവൻ പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കാണുമോ? അല്ല, അത് അബ്നോർമലാണ് ചിലപ്പോൾ അവനും. അതുകൊണ്ട് പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നുള്ള സത്യങ്ങളെ പുച്ഛിക്കുന്നതിന് പകരം ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ പറ്റുന്ന സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി എനിക്കൊരു അപേക്ഷയുണ്ട്. പക്ഷേ ഈ അപേക്ഷ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം. അതായത് നമ്മുടെ അഖിൽമാരാർ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടൊരു ഓർമ്മ, പുള്ളിക്ക് ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാലേ വിദ്യാഭ്യാസ മന്ത്രിയാവണമെന്നാണ് ആഗ്രഹം. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ട പോലെ ഒരു ഓർമ്മ. സത്യം പറയാലോ, ഇത്രയും വിവരമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന് ആപത്താണ്. ചിലപ്പോൾ നമ്മൾ മാറ്റി കൊണ്ടുവന്ന പല കാര്യങ്ങളും പുള്ളി വീണ്ടും മാറ്റി പഴയതാക്കിയെന്ന് വരും. കാരണം അഖിൽമാരാർ ഈ പങ്കുവെച്ച തോട്ടില്ലേ, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പിൽക്കാലത്ത് എല്ലാവരും അർജം പുറഞ്ഞം ട്രോൾ ചെയ്തിട്ടുള്ളൊരു സിനിമയിൽ ജയറാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വക കാര്യങ്ങളിൽ
ജയറാം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ തോൽപ്പിക്കാൻ എന്തായാലും അഖിൽമാരാർ വളർന്നിട്ടില്ല. പക്ഷേ ആ സിനിമയിൽ ജയറാമിൻ്റെ മകളായി അഭിനയിച്ച പെൺകുട്ടി ഇന്ന് മലയാളത്തിലെ മുൻനിര നായികയായി വളർന്നു എന്ന് പറയുമ്പോൾ ഇത്രയും കാലമായിട്ടും ജയറാമേട്ടൻ്റെ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അഖിൽമാരാറിനെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? എന്റെ ഒരു അമ്മായി പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒറ്റ ചോദ്യം എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണമെന്ന്. അപ്പൊ അവിടെ എന്നവര് പറഞ്ഞു അമ്മായി ഇപ്പൊ പ്രസവിച്ചല്ലേ ഉള്ളൂ, ഒന്ന് റെസ്റ്റ് എടുത്തോളാൻ. അതാ ഫാമിലി. സുഗുണേട്ടന്റെ തറവാട്ടിലെ ഇത്രയും ഭയങ്കരങ്ങളായ പെണ്ണുങ്ങളുണ്ടെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാണ് അറിയണത്. അതേടി ഉണ്ടായിരുന്നു. പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് നീ കുത്തിയിരുന്ന പപ്പായ പോലെ എടുക്കും അക്കെടുക്കും ഇങ്ങനെയായിരുന്നു. അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാ സ്വിച്ച് ഇടുക നോക്കിയിരിക്കുക നേരെ നീ ഒറ്റ ഒരു പണിയെടുക്കും. അതുകൊണ്ട് ഇപ്പൊ എന്തായി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഇപ്പൊ പേരല്ലല്ലോ കീറല്ലേ കീറ്. അതിന്റെ കൂടെ അപ്പ കിട്ടൂല നടുവേദന ഫ്രീ ആയിട്ട്. ഈ ഭാര്യയെ പോലെ ചിലപ്പോൾ വേദന കടിച്ചു പിടിച്ച് സുഖപ്രസവത്തിലേക്ക് പോയിട്ടുള്ള, ഇനി സുഖപ്രസവത്തിന് ആശുപത്രി പോലും പോകാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ നിലവിളി ഉണ്ടാവും. ആ നിലവിളി എടുത്തു വെച്ചിട്ടാണ് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു എന്നീ വീരവാദം മുഴക്കുന്നത്. ഒരു സ്ത്രീക്ക് പ്രസവശേഷം വരുന്ന നടുവേദന പോലും ഞങ്ങളുടെ ഒന്നും പഴയ അമ്മൂമ്മക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പഴയ അപ്പൂപ്പന്മാർ നിങ്ങളെയൊന്നും പോലെ ആയിരുന്നില്ല, നിങ്ങൾ അതുപോലെ ആവാൻ നോക്കുമോ? പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ അമ്മൂമ്മമാരെ പോലെ ആക്കാൻ നോക്കുന്നത്? അല്ലെങ്കിൽ നാട്ടിലുള്ള പെണ്ണുങ്ങൾ പ്രസവിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അമ്മൂമ്മ ഇങ്ങനെയല്ലായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ കഷ്ടപ്പാട് മുഴുവൻ കേട്ടിട്ട് സുഖപ്രസവം എന്ന് പറയുന്ന പേരും കേട്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ കഷ്ടപ്പെടുമ്പോഴേ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരൊറ്റ ഉദാഹരണമേ ഉള്ളൂ. ഒരു 9 മാസം മെനക്കെട്ട് ഈ പ്രസവാവസ്ഥ മുഴുവൻ താണ്ടി ഈ പറയുന്ന പ്രസവവേദന മുഴുവൻ സഹിച്ച് പ്രസവിച്ച് കുഞ്ഞു വന്നതിന് ശേഷം ഈ കണ്ടു കാണായ ഡയലോഗ് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടും സുഖപ്രസവം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ ഈസി അല്ലേ, എൻജോയബിൾ അല്ലേ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് സുഖിയനെക്കുറിച്ച് മാത്രമാണ്. ഒരെണ്ണയ്ക്കകത്ത് കിടന്ന് തിളച്ച് മൊരിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സുഖിയൻ എന്ന് വിളിക്കാൻ തോന്നുമ്പോൾ ആ സുഖിയൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്നത്. അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ അഖിൽമാരാർ ഇനി വാതുറക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റേ മോഹൻലാലിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് കരുതി ദുബായ് ഇല്ലേ? അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്ന പോലെ പ്രസവവേദന അഖിൽമാരാർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് പുള്ളിക്കിത് പുറമേ നോക്കുമ്പോൾ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള പരിപാടിയായി തോന്നി എന്നുള്ളതുകൊണ്ട് ഇതിനെ അങ്ങനെ വിലയിരുത്താനുള്ള യാതൊരു അവകാശവും പുള്ളിക്കില്ല. വേണമെങ്കിൽ പേഴ്സണൽ കാര്യം എൻ്റെ എക്സ്പീരിയൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ നാട്ടിലുള്ള മുഴുവൻ പെൺകുട്ടികളുടെയും പ്രസവാവസ്ഥയും പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഇത് മറ്റേ ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന വേറെന്തോ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തി സംസാരിക്കാനുള്ള ഒന്ന് വിവരമില്ല, വിവേകമില്ല, പിന്നെ ഇതിനെക്കുറിച്ച് അടിസ്ഥാന ബോധ്യം പോലുമില്ല. പക്ഷേ അണ്ണൻ ഇനിയും ഈ വഴി ആനകളെയും തെളിച്ചുകൊണ്ട് വരും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ ഒരു റീല് കണ്ടപ്പോൾ നമ്മൾ കാലങ്ങൾ കൊണ്ട് മെൻ്റലി ഫിസിക്കലി ഒരു ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീക്ക് വേണ്ടുന്ന കെയറുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ചുറ്റും നിൽക്കുന്ന ആളുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ബോധവൽക്കരണം നടത്തി മുന്നോട്ട് പോകുന്നൊരു കാലത്ത് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറയാലോ എനിക്ക് നല്ലോണം അങ്ങോട്ട് എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസമുണ്ട്. നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും എന്നെനിക്കറിയാം. ഇനി ഇതിലിപ്പോൾ എന്താ ഇത്ര ആശ്വാസം കൊള്ളാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലെങ്കിലും പ്രസവിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.